കഴിഞ്ഞ ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് റിട്ടയർ ചെയ്ത ഉന്നതനായൊരു ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ച് വളരെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തി. അത് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. രക്ഷപ്പെട്ട് പോവുകയും അവർ പിന്നീടും സമൂഹത്തിൽ മാന്യന്മാരായിട്ട് ജീവിക്കുകയും കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ആദ്യമൊക്കെ വളരെ നന്നായി അന്വേഷിച്ചു വന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം ഒരു ഘട്ടത്തിൽ മന്ദഗതിയിലായി എന്നുള്ളത് ഒരു വാസ്തവമാണ്. സമകാലിക കേരള ചരിത്രത്തിലെ ഏറ്റവും അധികം ജനശ്രദ്ധ ആകർഷിച്ച ഒരു സംഭവമാണ് ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന, കോടിക്കണക്കിന് ഭക്തന്മാർ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ നടന്ന കൊള്ള ആരെയും ഞെട്ടിപ്പിക്കുന്ന ഒന്നായിരുന്നു. വളരെ ആകസ്മികമായിട്ടാണ് ശബരിമല സ്വർണ്ണക്കൊള്ള പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ വരുന്നതും ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടാകുന്നതും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഹൈക്കോടതിയുടെ തന്നെ നിയന്ത്രണത്തിൽ നിയോഗിക്കുകയും ചെയ്യുന്നത്. ഹൈക്കോടതി ഇക്കാര്യത്തിൽ നേരിട്ട് ഇടപെടുകയും ഹൈക്കോടതി തിരഞ്ഞെടുത്ത ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കുകയും കേസ് അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങൾ ഹൈക്കോടതിക്ക് മാത്രമേ കൈമാറാൻ പാടുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ജഡ്ജിമാർ പറയുകയും ചെയ്തതോടുകൂടി കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ടായി. ഇത് ഉന്നതമായ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി തേഞ്ഞു മാഞ്ഞു പോവില്ല, അതല്ലെങ്കിൽ കുറ്റവാളികൾ ഉന്നതരാണെങ്കിൽ അവർ രക്ഷപ്പെട്ടു പോവില്ല എന്നൊരു പൊതുധാരണ ജനങ്ങൾക്കുണ്ടായി. ആദ്യമൊക്കെ വളരെ നന്നായി അന്വേഷിച്ചു വന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം ഒരു ഘട്ടത്തിൽ മന്ദഗതിയിലായി എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഹൈക്കോടതി നിശ്ചയിച്ച സമയപരിധി കഴിഞ്ഞ് കേസിൻ്റെ അന്വേഷണത്തിന് കൂടുതൽ സമയം എന്ന് SIT ആവശ്യപ്പെട്ടപ്പോൾ അത് ന്യായമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു, സമയം നീട്ടിക്കൊടുക്കുകയും ചെയ്തു. സമാന സ്വഭാവമുള്ള ഇത്തരം കേസുകളിൽ രാഷ്ട്രീയ സ്വാധീനമുള്ളവർ വളരെ നിസ്സാരമായി രക്ഷപ്പെട്ട് പോവുകയും അവർ പിന്നീടും സമൂഹത്തിൽ മാന്യന്മാരായിട്ട് ജീവിക്കുകയും കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് ശബരിമല കേസ് അന്വേഷണം എത്രമാത്രം നിഷ്പക്ഷമായി, എത്രമാത്രം നിർഭയമായി, ഇത്രമാത്രം നീതിബോധത്തോടെ നടക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ സംശയമുണ്ടായിരുന്നു. ഹൈക്കോടതിയുടെ നേരിട്ട് ഇടപെടൽ വന്നു. അത് സംശയ രഹിതം ഇത് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ഘട്ടം വന്നപ്പോൾ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം മന്ദഗതിയിലായോ എന്ന ഒരു ചെറിയ സംശയം പൊതുസമൂഹത്തിനുണ്ടായി എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, പോറ്റി അറസ്റ്റ് ചെയ്തു, മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തു, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്തു. ഇത് അവസാനം N വാസുവിലും A പത്മകുമാറിലും മാത്രമായി ഈ കേസ് ഒതുങ്ങി നിൽക്കുന്നു, അല്ലെങ്കിൽ ഒതുക്കി നിർത്താൻ ശ്രമം നടക്കുന്നു എന്ന് ന്യായമായ ഒരു സംശയമാണ് പൊതുസമൂഹത്തിനുള്ളത്. ദേവസ്വം ബോർഡ് ആ കാലഘട്ടത്തിൽ N വാസു ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന ഘട്ടത്തിലായാലും ശരി, അതല്ലെങ്കിൽ A പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിലായാലും ശരി, ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം കൂട്ടായി എടുക്കുന്ന തീരുമാനമാണ്. അപ്പോൾ പത്മകുമാർ ഇരുന്ന കാലഘട്ടത്തിലാണ് ഈ സ്വർണം ചെമ്പായി മാറിയത് എന്നാണ് വ്യാപകമായ പരാതി. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈപ്പടയിലാണ് പിത്തള എന്നെഴുതിയത് വെട്ടി അത് ചെമ്പ് എന്ന് എഴുതി ചേർത്തത് എന്നൊക്കെ അന്ന് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മുടെ സമൂഹത്തിൽ പ്രചരിച്ചിരുന്നു. എന്തായാലും ശരി, പത്മകുമാറിന് മാത്രമായി ഇത്തരം ഒരു കൊള്ള നടത്താൻ കഴിയുമോ, ഇത്തരം ഒരു അഴിമതി നടത്താൻ കഴിയുമോ? പത്മകുമാറിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം മറ്റ് 2 മെമ്പർമാരും കൂടെ അന്ന് ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നു. അവർക്കാർക്കും ഇതിനൊരു ഉത്തരവാദിത്വമില്ലേ? അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അവർ മൊഴി കൊടുത്തു, അവർക്കിതിനകത്ത് ഉത്തരവാദിത്വമില്ല, പത്മകുമാർ സ്വന്തം തീരുമാനം അനുസരിച്ച് ചെയ്യുകയായിരുന്നു എന്ന്. അതെത്രമാത്രം അപ്രായോഗികവും അതുപോലെ തന്നെ അവിശ്വസനീയവുമാണ്. ദേവസ്വം ബോർഡിലൊരു തീരുമാനം എടുക്കുന്നത് കളക്റ്റീവായുള്ള ഡിസിഷനാണ്. അത് എടുത്തു കഴിഞ്ഞിട്ട് മെമ്പർമാർക്ക്, മറ്റ് 2 മെമ്പർമാർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത മീറ്റിംഗ് കൂടുമ്പോൾ, നെക്സ്റ്റ് മീറ്റിംഗ് വരുമ്പോൾ അവർക്ക് അതിൻ്റെ മിനിറ്റ്സിൽ ഡിസെൻഡിങ് നോട്ട് എഴുതാനുള്ള അവകാശമുണ്ടായിരുന്നു. അവർ ചെയ്തതായിട്ട് കാണുന്നില്ല. അപ്പോൾ പത്മകുമാർ എടുത്ത തീരുമാനം അത് ശരിയായാലും തെറ്റായാലും, അത് കൊള്ളയ്ക്ക് വഴിതെളിച്ചാലും ഇല്ലെങ്കിലും ശരി, ആ ഉത്തരവാദിത്തത്തിൽ നിന്നും മറ്റേ 2 മെമ്പർമാർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എന്തുകൊണ്ട് അന്വേഷണം അവരിലേക്ക് എത്തുന്നില്ല? എവിടെയാണ് അവരിൽ ഈ അന്വേഷണം എത്താതെ തടസ്സപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ളത് സ്വാഭാവികമായി പൊതുസമൂഹത്തിനുണ്ടാകുന്ന ഒരു സംശയമല്ലേ? ഇപ്പോഴേ വളരെ അടുത്ത സമയത്ത് ഈ അന്വേഷണത്തിന് പുതിയൊരു വഴിത്തിരിവ് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് റിട്ടയർ ചെയ്ത ഉന്നതനായൊരു ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ച് വളരെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തി. അത് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞത്, കോവിഡ് കാലത്ത് ശബരിമല ക്ഷേത്രത്തിലെ പൂജാ സാമഗ്രികളും ചില വിഗ്രഹങ്ങളും ഒക്കെ ആക്രി സാധനങ്ങൾ എന്ന നിലയിൽ
നേരെ ലാഹയിലേക്കോ അല്ലെങ്കിൽ നിലമേലേക്കോ കൊണ്ടുപോവുകയും അത് അവിടെ വെച്ച് ആക്രി വിലയ്ക്ക് വിൽക്കുകയും ചെയ്തു എന്നാണ്. വളരെ അമൂല്യമായ ചില വിഗ്രഹങ്ങളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണത്തിൽ ഇതെത്തും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ചങ്ങനാശ്ശേരിക്കാരനായ ഒരു ഉദ്യോഗസ്ഥൻ ശബരിമലയിൽ നിന്ന് ആക്രി സാധനങ്ങൾ എന്ന വ്യാജേന കടത്തിക്കൊണ്ടുവന്ന സാധനങ്ങളുടെ ഇടയിൽ വളരെ അമൂല്യമായ ഒരു പഞ്ചലോഹ വിഗ്രഹം ഉണ്ടായിരുന്നതായും ഈ പഞ്ചലോഹ വിഗ്രഹം അദ്ദേഹത്തിൻ്റെ പേറ്റനായ അദ്ദേഹത്തിൻ്റെ ഗോഡ് ഫാദറായ ഒരു സമുദായ നേതാവിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നുമാണ് അറിയുന്നത്. ഈ സമുദായ നേതാവ് ഈ പഞ്ചലോഹ വിഗ്രഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ട് തന്ത്രിയെ കൊണ്ട് തന്നെ പൂജ നടത്തി എന്നും പറയുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് തന്നെ പൂജ നടത്തി അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഒരു പഞ്ചലോഹ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. തീർച്ചയായിട്ടും അത് ശരിയാണെങ്കിൽ അന്വേഷണ സംഘത്തിനത് കണ്ടെത്താൻ കഴിയുന്ന കാര്യമാണ്. പക്ഷേ അവിടെ അന്വേഷണം എത്തണം, അതിന് തടസ്സമുണ്ടാകാൻ പാടില്ല. സമുദായ നേതാക്കന്മാർക്ക് ഒരു നിയമവും അല്ലെങ്കിൽ മതമേലധ്യക്ഷന്മാർക്ക് ഒരു നിയമവും സാധാരണ ജനത്തിന് ഒരു നിയമവും കൊടുത്താൽ അത്തരം ഒരു നീതിന്യായ സംവിധാനത്തിനെ ജനങ്ങൾ വിലമതിക്കില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനകത്ത് ഇത്തരം ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ വളരെ ഗൗരവതരമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. അപ്പോൾ ഞാൻ മനസ്സിലാകുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത സമയത്ത് ഈ കേസ് വന്നതിന് ശേഷം, ശബരിമല മോഷണ കേസ് സ്വർണ്ണക്കൊള്ള വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലും ഒക്കെ ചില പ്രകടമായ വ്യത്യാസങ്ങൾ വന്നതായിട്ടാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. അദ്ദേഹം വളരെ ആശങ്കാകുലനാണെന്നും ഇപ്പോഴാളുകളോടൊക്കെ മര്യാദയ്ക്ക് പെരുമാറാൻ തുടങ്ങി എന്നുമൊക്കെ അവർ പറയുന്നു. പെരുന്നയിലെത്തുന്ന നേതാക്കന്മാരോട് അദ്ദേഹം മര്യാദയ്ക്ക് പെരുമാറാൻ തുടങ്ങുന്നു എന്ന് പറയുന്നതിന് ഒരു വാർത്തയാണ്. ഒരിക്കൽ അദ്ദേഹം ഒരു ചാനലിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എൻ്റെ ഓഫീസിൽ വന്നാൽ ഞാൻ ഗട്ട് ഔട്ട് അടിക്കുന്നു. അത് ചോദിക്കണം, ധിക്കാരം ധാർഷ്ട്യം എത്രമാത്രം ഭയാനകമായിരുന്നു എന്നാലോചിച്ച് നോക്കണം. സതീശനോട് യോജിക്കാം യോജിക്കാതിരിക്കാം, പക്ഷേ അദ്ദേഹം കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവ് തൻ്റെ ഓഫീസിലേക്ക് വന്നാൽ അദ്ദേഹത്തിനെ ഗെറ്റ് ഔട്ട് അടിക്കും എന്ന് പറയാൻ എത്രമാത്രം ധാർഷ്ട്യവും ധിക്കാരവും ഉള്ള ഒരാൾക്കേ കഴിയുള്ളൂ. അപ്പോൾ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിതി. അടുത്ത സമയത്ത് അദ്ദേഹം മുൻമന്ത്രി ജി സുധാകരനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ടു. അദ്ദേഹത്തോട് ഒപ്പമുള്ള വൃത്തങ്ങളൊക്കെ പറയുന്നത് അദ്ദേഹം വളരെ ആശങ്കയിലാണ് എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഈ അന്വേഷണം, ശബരിമല സ്വർണ്ണ കൊള്ള, അതുമായി ബന്ധപ്പെട്ട ഈ പഞ്ചലോക വിഗ്രഹം അദ്ദേഹം വാങ്ങിച്ചത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തരുത്, അവിടെ SIT കയറി ഇറങ്ങരുത്, അല്ലെങ്കിൽ ED കയറി ഇറങ്ങരുത് എന്നൊക്കെ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ സമുദായ നേതാവ് എന്നുള്ള പരിവേഷത്തിൽ അദ്ദേഹം രക്ഷപ്പെടാൻ അനുവദിച്ചുകൂടാ. അത് ഈ സമൂഹം ഇത് തിരിച്ചറിയുകയും വേണം. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം അദ്ദേഹത്തെ വല്ലാതെ ആശങ്കാഭരിതനാക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നു. പക്ഷേ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയുന്നത്, ഒരു കാരണവശാലും കുറ്റവാളികൾ എത്ര ഉന്നതന്മാരായാലും അവർ രക്ഷപ്പെടാൻ പാടില്ല. ഇപ്പോഴേ SITയുടെ അന്വേഷണത്തിലെ ഒരു മന്ദഗതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. കുറ്റവാളികൾ ആരായാലും ശരി, അവരെ അറസ്റ്റ് ചെയ്യും എന്നാണ് കേരളത്തിലെ പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, ഈ സമുദായ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതിശക്തനാണ് എന്ന് എല്ലാവർക്കും അറിയാം. കാരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില കേസുകൾ കേരള ഹൈക്കോടതിയിൽ നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കേസ് മാറ്റിവെച്ചത് 60 പ്രാവശ്യമാണ്. അദ്ദേഹം ആഗ്രഹിക്കുന്നത് 2026 നടക്കുന്ന ബജറ്റ് യോഗത്തിന്, തൻ്റെ സമുദായത്തിൻ്റെ ബജറ്റ് യോഗത്തിന് ശേഷമേ ഈ കേസുമായി ബന്ധപ്പെട്ട വിധി വരാൻ പാടുള്ളൂ എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിധി അദ്ദേഹത്തിന് അനുകൂലമാണെങ്കിൽ അനുകൂലമായിട്ട് വരട്ടെ, പ്രതികൂലമാണെങ്കിൽ പ്രതികൂലമായി വരട്ടെ. 60 പ്രാവശ്യം ഒരു കേസ് കേരള ഹൈക്കോടതിയിൽ മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ആലോചിച്ച് നോക്കണം. ഈ മാറ്റിവെപ്പ് മഹോത്സവം നമ്മുടെ നീതിന്യായ സംവിധാനത്തിൻ്റെ അന്തസ്സിനെ എത്രമാത്രം ഹാനികരമാണ് എന്നുള്ള കാര്യവും ബന്ധപ്പെട്ടവർ ആലോചിക്കേണ്ടതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ ജിയോളജി ആൻഡ് മൈനിങ് ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹത്തിന് 73 ലക്ഷം രൂപയാണെന്ന് എൻ്റെ ഓർമ്മയിൽ സിലിക്കൺ മണൽ കടത്തിയ കേസിൽ അദ്ദേഹത്തിന് പിഴ ചുമത്തിയിട്ടുണ്ട്. അപ്പോൾ സിലിക്കൺ മണൽ മോഷ്ടിക്കാൻ കഴിയുന്ന ഒരാൾക്ക് പഞ്ചലോഹ വിഗ്രഹവും മോഷ്ടിക്കാൻ വലിയ തടസ്സം വരും എന്ന് അദ്ദേഹത്തെ നിരീക്ഷിക്കുന്ന ഒരാൾക്ക് സംശയം തോന്നിയാൽ അതിന് കുറ്റം പറയാൻ പറ്റില്ല. എന്തായാലും ശരി, SITയുടെ അന്വേഷണം തികച്ചും
വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ആക്രി എന്ന നിലയിൽ അവിടെ നിന്ന് ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ സാധനങ്ങളെക്കുറിച്ച് അന്വേഷണം ആവശ്യമാണ്. ദേവസ്വം ബോർഡിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഈ കാലയളവിൽ മാത്രമല്ല, ഒരു നിശ്ചിത കാലയളവിന് ശേഷം ദേവസ്വം ബോർഡിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരുടെ വരുമാനത്തെക്കുറിച്ച് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തണം. ആരൊക്കെയാണ് കള്ളന്മാർ, ആരൊക്കെയാണ് ശബരിമല കൊള്ളയടിച്ചത് എന്ന് പൊതുസമൂഹം അറിയട്ടെ. അതിന് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പരിരക്ഷ ഉണ്ടായിരുന്നെങ്കിൽ ഏതൊക്കെ നേതാക്കന്മാർ എന്ത് പരിരക്ഷയാണ് ഈ കള്ളന്മാർക്ക് കൊടുത്തത് എന്നും പൊതുസമൂഹം അറിയട്ടെ. എന്തായാലും ശരി, വളരെ പെട്ടെന്ന് കിട്ടിയ ഈ വാർത്ത കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ്. പെരുന്നപ്പോപ്പിന് ശനിയുടെ അപഹാരമാണോ എന്നാണ് എൻ്റെ ഒരു സംശയം. എന്തായാലും കാത്തിരുന്ന് കാണാനേ നമുക്ക് കഴിയുകയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.